സാഹചര്യം നമ്മുടെ നാടിനകത്തുണ്ടായി. പാതിരാത്രിയുടെ മടവിൽ 18ാം പടിക്ക് താഴെ ശ്രീജിത്ത് എന്ന IPS ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് അന്ന് ആ 18 പടികൾ കയറി കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ, ഇന്ത്യയിലെ വിശ്വാസി സമൂഹത്തെ ആകെ വെല്ലുവിളിക്കാൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഭരണകൂടവും തയ്യാറായത്. അന്ന് 2 പേർ കയറിയതിന് ശേഷം കേരളത്തിലെ 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിട്ട് പോലും ഏതെങ്കിലും ഒരു സ്ത്രീ ഈ വിശ്വാസ പ്രമാണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുണ്യപാവനമായ 18ാം പടി കയറാൻ തയ്യാറായില്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുത. അന്ന് 18ാം പടി കയറ്റാൻ 2 സ്ത്രീകളെ കയറ്റാൻ പിണറായി വിജയന്റെ വാലാട്ടി പട്ടിയായി ആ 18ാം പടിക്ക് താഴെ പോലീസിന്റെ യൂണിഫോം അണിഞ്ഞു നിന്ന ശ്രീജിത്ത് IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാസങ്ങൾക്കുള്ളിൽ ശബരീശന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരയുന്ന അതിദാരുണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടു. അതിനുശേഷം ഈ ശ്രീജിത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പോലീസിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി അവിടെയെല്ലാം ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന ഏറ്റവും വലിയൊരു ആധ്യാത്മിക പ്രഭാഷകനായി കേരളത്തിലെ ഒരു IPS ഓഫീസർ മാറി എന്നുള്ളതാണ് ശബരിമലയിലെ 18ാം പടി സ്ത്രീ കയറിയതിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് കേരളത്തിലാകെ വിശ്വാസി സമൂഹത്തിനകത്ത് അതിശക്തമായിട്ടുള്ള പോരാട്ടമുണ്ടായി. ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ ബോഡി വേസ്റ്റ് എന്നാക്ഷേപിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ നേരിട്ട് പേരെടുത്ത് ആക്ഷേപിച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ തച്ചു തകർക്കാൻ മുന്നോട്ട് വന്ന മുഖ്യമന്ത്രി താമരശ്ശേരി പിതാവിനെ CPM-ന്റെ നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരാൾ പോലും ഒരിക്കലും കേൾവിയില്ലാത്ത രീതിയിൽ നികൃഷ്ട ജീവി എന്ന് വിളിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ വെല്ലുവിളിച്ച ഒരു മുഖ്യമന്ത്രി ശബരിമലയിലെ വിഷയം വഴി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെയും വെല്ലുവിളിച്ചു. അതിനെ തുടർന്ന് നടന്ന കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 6 MLA-മാരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. ഈ കാസർഗോഡ് ജില്ലയിൽ CPM-ന് അന്നേ വരെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ അവർ മത്സരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനും സതീഷ് ചന്ദ്രനും തമ്മിൽ മത്സരമില്ല എന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ പോലും അന്ന് പറഞ്ഞു. 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ചുവന്ന കോട്ടയായ ഈ കാസർഗോഡിന്റെ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു. കാസർഗോഡിന്റെ സുപരിചിതനല്ലാത്ത കാസർഗോഡിന്റെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ CPM-ന്റെ പെരുംകോട്ട തകർത്ത് 44,000 വോട്ടിന് വിജയിക്കുന്ന അത്യപൂർവ സംഭവത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചു. കാസർഗോഡ് മാത്രമല്ല, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, ആ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 1 ലോക്സഭാ മണ്ഡലം എന്റെ പ്രിയപ്പെട്ട സഹോദരി ഷാനിമോൾ ഉസ്മാൻ ഇരിക്കുന്ന ആലപ്പുഴ മണ്ഡലം ഒഴികെ ഒരു ചെറിയ കൈപ്പിഴ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ മണ്ഡലം ഒഴികെ കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും
കൊടുങ്കാറ്റായി ആഞ്ഞു വീശുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗതി മനസ്സിലായി.